ഈ ജാക്സൺ എന്ന് പറഞ്ഞ സാറിന്റെ ആളുടെ ഒരു 2.5 കോടി രൂപയുടെ ഇതിനകത്ത് ഇവിടെ കിടക്കുന്നു പറഞ്ഞ ആളുടെ സാമ്പത്തിക ആൾക്ക് അങ്ങനെ ഈ 10 നേരത്തെ അറിഞ്ഞ ആൾക്ക് പിൻവലിക്കായിരുന്നു ആൾ വാർത്തയിൽ മിന്നാന്ന് പറഞ്ഞു. സാർ അത് കേട്ടിരുന്ന ഈ 2.5 കോടി ആളുടെ എന്തെങ്കിലും സംഭവം ഇവിടെ ഉണ്ടാവും അക്കൗണ്ടിൽ ഉണ്ടാവും. സാർ ഞങ്ങളോട് ഇതൊന്നും മറച്ചു വെക്കട്ടെ സാർ തൂങ്ങി ചാവുന്ന കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ കിടന്ന് ചാവുള്ളൂ. ഞങ്ങള് രാവിലെ പകലിടെ തൊണ്ട പൊട്ടി കലാരംഗത്ത് നമ്മുടെ സ്റ്റേജുകളായി കയറി അവിടെ ഉണ്ടാക്കിയ കാശാണ്. നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒന്നും എടുക്കാം. ഈ 2016 തുടങ്ങിയിട്ട് ഈ ഈ ബാങ്ക് ലോക്ക് ആവണ എനിക്ക് ഒറ്റ ബാങ്കിലെ അക്കൗണ്ട് ഉള്ളത് ഈ ബാങ്കിലാണ് ചാലക്കുടിയിൽ. മനസ്സിലായോ? വേറൊരു സ്ഥലത്തെ അക്കൗണ്ട് എടുത്തില്ല. ഞാൻ കല്ലൂരിൽ പ്രശ്നം വന്നപ്പോൾ ഞാൻ എടുക്കാൻ നിന്നപ്പോൾ ഇവിടെ ഉള്ളടുത്ത് സഞ്ജയ് ഒരൊറ്റൊരാൾ കാരണം കൊണ്ട് ഞാൻ ആ പൈസ എടുക്കാണ്ടിരുന്നത്. കാരണം എന്നോട് അത്രയും സ്നേഹത്തോട് പറഞ്ഞ ഇത്ര നാളെ ഈ സംഭവം നടന്നില്ല, ഇതുവരെ ഒന്നും വിളിച്ചു വെച്ചില്ല വീട്ടിലെ കാര്യമായി നടക്കണേന്ന്. എന്തിനാ സാറ് ഇവിടെ അയച്ചിട്ടാണ്ടിരിക്കണേ? സാറ് അയച്ചിട്ടിരിക്കും. പിന്നെ ആളൊരു മീറ്റിംഗിൽ പറഞ്ഞു 3-5 എണ്ണം ചാവും അതോടെ തീർന്നോളൂന്ന്. എന്ത് മനുഷ്യത്തുണ്ടെന്നായാലും ഒരു 3-4 ആൾക്കാർ ചത്തു കഴിഞ്ഞാൽ തീർന്നോളൂന്ന് ഒരാള് പറഞ്ഞ കാര്യ. അത് തീരും, അത് ഞങ്ങൾ തീർന്നു. അതോടുകൂടി ഇത് കെട്ടണം കൂടി വന്നാൽ 2 ആഴ്ച സാർ ഇതിന് ഇപ്പോഴും തന്നെ സാറേ ഞാൻ ഇവിടുന്ന് പോയില്ല. ഇവര് പോകും. ഈ 2.5 കോടി രൂപ ഈ പുള്ളിയുടെ ഇതിനകത്ത് ഉണ്ടോന്ന് അറിയണം. ഞാൻ നോക്കിയിട്ട് നാളെ രാവിലെ ഞാൻ വിളിച്ചു പറയാം. സാർ അതൊന്നും അറിഞ്ഞോട്ടെ, ഞങ്ങൾ അറിഞ്ഞു. ഓണത്തിന് ഞങ്ങൾ ഇവിടെ മുറ്റത്തായിട്ട് ഞങ്ങൾ ആ ബാങ്ക് പോലെയല്ല ഇത്. അത് ബാങ്ക് എന്ന് പറയില്ല അതിനെ. ഇതാണ് ബാങ്ക് എന്ന് പറഞ്ഞു. ഈ ആ പ്രശ്നം കഴിഞ്ഞിട്ട് ഓണത്തിന്റെ അന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഒരാൾ പോലും ബാങ്കിൽ നിന്ന് വിളിച്ചില്ല നിങ്ങൾ വീട്ടിൽ പട്ടിണിയാണെന്ന് ചോദിച്ചിട്ട്. ഒരു 5-6 പരിചയം തീർന്നോളൂ. 2018 തുടങ്ങിയിട്ട് പേപ്പർ കൊടുക്കണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടിരിക്കുന്നത്. ഈ ജാക്സൺ എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു RBI പറഞ്ഞിട്ടുണ്ടായിരുന്നു 19-20 അപ്പൊ തുടങ്ങി പേപ്പർ കൊടുക്കണ്ടായിരുന്നു. പേപ്പറല്ല ഈ RBI ഓരോ വർഷം ഒരു 2-3-20 ദിവസം വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ ഇവിടുത്തെ കണക്കൊക്കെ നോക്കിയപ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. അവിടെ റിസർവ് ബാങ്കിന്റെ റൂൾ അനുസരിച്ചല്ല അത് ചിലതെല്ലാം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കെട്ടണം തുടങ്ങിയില്ല. 5 വർഷം മുമ്പ് തൊട്ട് റിസർവ് ബാങ്ക് വാണി കൊടുത്തു. 600 കോടിയോളം കിട്ടാത്ത ലോൺ ഉണ്ട് അടയ്ക്കാൻ. 600 കോടി റിക്കവറിയും പിന്നെ ക്യാപിറ്റൽ കുറവാണ്. റിക്കവറിയും ക്യാപിറ്റലാണ് മെയിൻ ഇഷ്യൂ. ക്യാപിറ്റലും കൊണ്ടുവരാനായിട്ട് വേറെ സോഴ്സ് നോക്കേണ്ടത്. സെപ്റ്റംബർ ആകുമ്പോൾ കൂടെ സെപ്റ്റംബറിന്റെ പുഷ് നോക്കിക്കൊണ്ട് പിന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. ഫാമിലി അവരുടെ ഹസ്ബൻഡ് മരിച്ചു, മോള് മെന്റലി എന്തോ വിഷയം അമ്മ അന്ന് ജയബേസിന്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇനി എന്താ ചെയ്യുക? ഇൻകം കിട്ടുമ്പോൾ ആ അമ്മയ്ക്ക് ഏകദേശം 19 വയസ്സായിട്ടുണ്ട്. മോള് മെന്റലി അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യം. അവർക്ക് ഇനി ഈ തുച്ഛമായ 2% എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതും കിട്ടുന്നില്ല. അതിലൊരു കയറി ഫീൽ ചെയ്യാൻ ബാങ്കിന് സമ്മതിക്കരുത്. ഇത് ഈ ഡെപ്പോസിറ്റ് ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഈ പത്രസമ്മേളനം ഇത് സാറിനത് കണ്ടിട്ട് ഇതിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ സാറിന് തോന്നിയേ? സാറ് കണ്ടിരുന്ന ആ വീഡിയോ കണ്ടിരുന്ന പത്രസമ്മേളനം ആള് പറഞ്ഞ കേട്ടിട്ടില്ല? ആള് പറഞ്ഞ കേട്ടില്ലേ? അല്ല പറഞ്ഞ ഡേറ്റ അത്ര കറക്റ്റ് അല്ല. അപ്പൊ അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുല്യല്ല. അതായത് മിസ്ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് വഴിക്ക് പോവില്ലേ? പുള്ളി പറഞ്ഞ ഡേറ്റ ഞാൻ പിന്നെ അത് അത്ര റിസർവ് ബാങ്കിന്റെ പുള്ളിയുടെ ഇതിന് വേറൊരു പ്രസ് റിലീസ് കൊടുക്കേണ്ട ആവശ്യത്തിനാണ് അത് നോക്കേണ്ടത്. സാറാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സാറൊരു പ്രസ്താവന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യണം മിസ്റ്റർ ജാക്സനെ. ഈ ബാങ്കിനെ കുറിച്ചുള്ള ഫേക്ക് ന്യൂസ് ആള് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. സാറാണ് ഇവിടുത്തെ അതോറിറ്റി, റിസർവ് ബാങ്കാണ് ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഫേക്ക് അതിനെതിരെ സാറ് തക്കതായ വാണിംഗ് കൊടുത്തിരിക്കണം. ഫേക്ക് ആയിട്ടുള്ള ഒരു പത്രസമ്മേളനങ്ങൾ ഇപ്പൊ നിൽക്കുന്ന കറന്റ് സിറ്റുവേഷൻ മാറ്റാനാണ് അത് നോക്കണേ. ഗവൺമെന്റ് ഏറ്റെടുക്കും. ഗവൺമെന്റ് ഫണ്ട് തരുന്നതാണ്. കേരള ഗവൺമെന്റ് ഏറ്റെടുക്കും. അത് ഗവൺമെന്റ് ഫണ്ട് തരുന്നതാണ് ഇപ്പോഴത്തെ ടോപ്പിക്. അതെ, എല്ലാ ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുകയാണ്. തങ്ങൾക്ക് നിത്യ ചെലവുകൾ നടത്തുന്നതിന് വേണ്ടി വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും വലിയ തുകയ്ക്ക് പണം കടമെടുത്തുകൊണ്ട് കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപകൾ ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ഈ ബാങ്കിന് മുന്നിൽ വെറും ബഗ്ഗേഴ്സായി, വെറും തെണ്ടികളായി ഞങ്ങൾ കൈകൂപ്പി നിൽക്കുകയാണെന്ന് നിക്ഷേപകർ പറയുമ്പോൾ സത്യത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്നത് എന്താണ്? പറ്റിക്കപ്പെടുകയാണ് നിക്ഷേപകർ. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർമാൻ ശ്രീ MP ജാക്സൺ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലെ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അപാകതയുണ്ട് എന്ന് അഡ്മിനിസ്ട്രേറ്റീവ്സ് തന്നെ നിക്ഷേപകരോട് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത ദിവസം നിക്ഷേപകർ അഡ്മിനിസ്ട്രേറ്റീവ്സിനെ കാണാൻ പോയപ്പോൾ പറഞ്ഞ കാര്യം. അതിസങ്കീർണതയിലേക്കാണ് ഈ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ജൂലൈ 18 ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുന്നിൽ
നിക്ഷേപകരും അവരുടെ കുടുംബാംഗങ്ങളും നീതി ലഭിക്കുന്നതിനും തങ്ങളുടെ നിക്ഷേപത്തിന് ഏതെങ്കിലും തരത്തിൽ അത് ഞങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുമിക്കുകയാണ്, കൈകോർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കടന്നു ചെന്നപ്പോൾ അതിലൊരു ചാലക്കുടിക്കാരനുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, തൂങ്ങി മരിക്കുന്നതിന് തുല്യമായ സ്ഥിതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനായിട്ട് ഇപ്പോൾ പണമില്ല. പലിശക്കാരുടെ കയ്യിൽ നിന്നും 14-15% പണം എടുക്കുകയാണ് ഞാൻ. എനിക്ക് വേറെ ആരും പണം തരുന്നില്ല. ഓരോ ചെറിയ ചെറിയ സ്റ്റേജുകളും അതുപോലെ തന്നെ വിവാഹ തലേന്നുകളും അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ നടത്തി ഞാൻ ജീവിതത്തിൽ മുഴുവൻ ആർജിച്ചെടുത്ത തുക മുഴുവൻ കൊണ്ടുവന്നിട്ടത് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലാണ്. എനിക്ക് ലോകത്തിൽ ആകെ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളൂ, അത് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ഞാൻ വിശ്വസിച്ചു ഈ ബാങ്കിനെ. ആ വിശ്വാസത്തിൻ്റെ മുകളിൽ എന്നെ കെട്ടിത്തൂക്കാൻ പോകുന്നു. എൻ്റെ ആശങ്കകൾ, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, മകളുടെ പഠനച്ചെലവ് നടക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം സാറേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ആ കലാകാരൻ, ചാലക്കുടിയുടെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മളെ ഓരോ നിമിഷവും സന്തോഷഭരിതമാക്കുന്ന പ്രോഗ്രാമുകൾ ചെയ്ത പ്രിയപ്പെട്ട മുരളി ചാലക്കുടി ആ അഡ്മിനിസ്ട്രേറ്റീവിനോട് ചോദിച്ചു. അഡ്മിനിസ്ട്രേറ്റീവിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ നിരവധി സംഭവങ്ങൾ. 2% മാത്രമാണ് ഇൻട്രസ്റ്റ് ഇപ്പോൾ അവർക്ക് കിട്ടുന്നത്. ആ 2% അല്പം കൂട്ടാൻ സാധിക്കുമോ? വേറെ ചിലർ പറഞ്ഞു, ഈ ജാക്സൺ എന്ന് പറയുന്ന ആളോട്, പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ്സ്, ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാൻ ജാക്സൺ എന്ന് പറയുന്ന ആളോട് പറയണം, ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ ഇനി നടത്താൻ പാടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞു. ഒരു കുറിക്കമ്പനിയിൽ പോലും ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന സ്ലിപ്പുകളോ മറ്റു കാര്യങ്ങളോ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, എവിടെയും എടുക്കുന്നില്ല. റേഡിയോയിൽ പരസ്യങ്ങൾ, ഇത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്, അങ്ങനെ റിസർവ് ബാങ്കിന്റെ തന്നെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നാണ് ഇരിഞ്ഞാലക്കുടയിലെ നിക്ഷേപകർ വീണ്ടും ഈ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവിന് മുന്നിൽ സംസാരിച്ചത്. ഒടുവിൽ ആ മനുഷ്യൻ, ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സെപ്റ്റംബറോടുകൂടി നമുക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു അവലോകനം നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നിക്ഷേപകർ പറഞ്ഞു, ഒരു ലിക്വിഡേഷനിലേക്കൊന്നും പോകരുത്, ഈ ബാങ്ക് എങ്ങനെയും ഉയർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ചെയ്യാമെന്ന്. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപകരാണ് പറയുന്നത്, ഈ ബാങ്കിനെ ഇനിയും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന്. പക്ഷേ ഒരു കാര്യം അവർ തീർത്തു പറഞ്ഞു, പഴയ ഭരണസമിതിയെ ഒരു കാരണവശാലും ഇതിന്റെ ചുമതല ഏൽപ്പിക്കരുത്. അവർ ഈ ബാങ്കിനെ നടത്തിയാണല്ലോ ഈ ഗതിയിലാക്കിയത്, ഇനി അവർക്ക്, ഈ പഴയ ഭരണസമിതിക്ക് ഇതിന്റെ ചുമതല ഏൽപ്പിക്കരുതെന്ന് കൂടി അവർ പറയുകയാണ്. അതുമാത്രമല്ല, അതിൽ നിക്ഷേപകരായിട്ട് വന്നിട്ടുള്ള ഒരാൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അയാൾ ചോദിച്ച സംഭവം, ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള MP ജാക്സൺ, പഴയ ഈ ബാങ്കിന്റെ ചെയർമാൻ, അയാളുടെ ബന്ധുക്കൾ ഡയറക്ടർമാരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു വശത്തുണ്ട്. ഞങ്ങളുടെ പണം ഇവിടെ കിടക്കുന്നു, ഞങ്ങളുടെ പണം ഇവിടെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് വെച്ച് ഞങ്ങളിവിടെ വശീകരിച്ച് ഞങ്ങളുടെ പണം ഇവിടെ നിക്ഷേപിച്ചു. എന്നാൽ ഇവരുടെ പണത്തിനോ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ ജീവനക്കാരുടെ സാലറിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ നിരവധി എണ്ണിയാലൊടുങ്ങാത്ത കടൽ തിരമാലകളെ പോലെ പരാതികളും പരിഭവങ്ങളുമായി വീണ്ടും ഈ അഡ്മിനിസ്ട്രേറ്റീവിന്റെ മുന്നിൽ അവർ ഒരു കാരുണ്യത്തിന്റെ അംശം ഞങ്ങളുടെ നേരെ നീട്ടൂ സാറേ എന്നാണ് പറഞ്ഞത്. അതിൽ ഈ മുരളി ചാലക്കുടി എന്ന മനുഷ്യൻ ആകെ അസ്വസ്ഥനാവുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ കരുവന്നൂർ ബാങ്കിലെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും പണം എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു സഞ്ജു എന്ന് പറയുന്ന സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ഈ പണം യാതൊരു കുഴപ്പമില്ല, ഇത് ബാങ്കാണ്, കരുവന്നൂർ സൊസൈറ്റിയാണ്, ഇത് ബാങ്കാണ്, ബാങ്ക്. ഇതാണോ ജാക്സന്റെ ബാങ്ക്? നിരവധിയായിട്ടുള്ള ആരോപണ ശരങ്ങളാണ് ഇപ്പോഴത്തെ മുനിസിപ്പൽ ചെയർമാൻ, ഈ ബാങ്കിന്റെ മുൻ ചെയർമാൻ, പിരിച്ചുവിട്ട ഭരണസമിതിയുടെ ചെയർമാൻ, ഈ ബാങ്കിനെ ഈ ലെവലിലാക്കി തീർത്ത MP ജാക്സനോടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞൊരു കാര്യമുണ്ട്, 2.25 കോടി രൂപ എൻ്റെയും എൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എത്ര രൂപ ഈ MP ജാക്സന്റെ പണം ഈ ബാങ്കിൽ, ഈ MP ജാക്സന്റെ പണം എത്ര രൂപ ഈ ബാങ്കിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഇരിഞ്ഞാലക്കുടക്കാർ അറിയണം, നിങ്ങൾ അന്വേഷിക്കണം. ഒരിക്കലും ഗീബൽസുമാരെ വിശ്വസിക്കുന്ന ഒരു പൈതൃകം ഇരിഞ്ഞാലക്കുടക്കില്ല. ഇതാ വീണ്ടും നിക്ഷേപകർ ഒന്നിക്കുകയാണ്. ഈ മാസം 18-ാം തീയതി എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള അവസ്ഥയിലാണ് ഇപ്പോഴും ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ. 600 കോടിയിൽ പരം പണമാണ് ഇനിയും ഈ ബാങ്കിന് ഈ വായ്പയായിട്ട് എടുത്തുകൊണ്ടുപോയാലൊക്കെ തിരിച്ചു കിട്ടാനുള്ളത്. നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും അക്വയറായിട്ട് കിടക്കുന്നു. പക്ഷേ അതിനൊക്കെ മതിപ്പ് വിലയേക്കാൾ കൂടുതൽ തുക അതിന് വായ്പയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്മേൽ കേസുകളും മറ്റു പല സംഭവങ്ങളും നടക്കുന്നു. അതുമാത്രമല്ല, നിക്ഷേപകർ ചോദിച്ച മറ്റൊരു കാര്യം, ബൾക്കായിട്ട് ഇവിടെ നിന്നും തുകകൾ ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ ബാങ്കിൽ നിന്നും ജീവനക്കാരും ഡയറക്ട് ബോർഡ് മെമ്പേഴ്സും ഈ ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചിട്ടുണ്ടോ സാറേ? അതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ തരണം. ആ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ എല്ലാം നിക്ഷേപകർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു. വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും പണം കടമെടുത്ത് നിത്യജീവിത ചെലവുകൾ വരെ നടത്തേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഫോറൻസിക് ഓഡിറ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എന്നാണ് തുടങ്ങുന്നത്? ആരാണിത് നടത്തുന്നത്? നിക്ഷേപകർ അവരുടെ സംശയങ്ങളും അവരുടെ പരാതികളും എല്ലാം ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവിന് മുന്നിൽ പറയുകയാണ്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രശ്നം അതിസങ്കീർണതയിലേക്ക് നീങ്ങുമ്പോൾ ഈ നിക്ഷേപകർ ഒറ്റക്കെട്ടായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഫേക്ക് പത്രസമ്മേളനങ്ങൾ നടത്തുന്നവരെ തടയിടണം.
MP ജാക്സനെ വിലക്കണം ഇത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ നടത്താനെന്ന് നിക്ഷേപകർ തന്നെ പറയുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം അത് എത്രയും പെട്ടെന്ന് തന്നെ തന്നില്ലെങ്കിൽ ഈ ഓണക്കാലമാവുന്നതിന് മുൻപേ ഇരിഞ്ഞാലക്കുടയിൽ ആത്മഹത്യയുടെ പരമ്പരകൾ തുടങ്ങുമെന്നാണ് വൈകാരികമായി ഈ നിക്ഷേപകർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും കേരള മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളും ആദരണീയനായിട്ടുള്ള തൃശ്ശൂരിൻ്റെ MP യും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി അവറുകളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം. ഇരിഞ്ഞാലക്കുടയിൽ നിലവിളികൾ ഉയരുന്നു. ആ നിലവിളികൾ കേൾക്കാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ, റാമായിൽ നിങ്ങൾ കേട്ട നിലവിളിയേക്കാൾ വലിയ നിലവിളികളായിരിക്കും ഇരിഞ്ഞാലക്കുടയുടെ അകത്തളങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കാൻ പോകുന്നത്. നുണകൾ പറഞ്ഞ് നുണകളെ സത്യത്തിൻ്റെ മേലാപ്പിലേക്ക് കയറ്റിയിരുത്തുന്ന ഗീബൽസുമാർ ഇതൊന്നും അറിയാതെ ഇരിഞ്ഞാലക്കുടയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ വിരിഞ്ഞിരുന്ന് തങ്ങളുടെ ഭരണത്തിൻ്റെ സ്വച്ഛന്ത ശീതളതയിൽ സുഖിച്ചു കഴിയുകയാണ്. ഈ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ നടക്കുന്ന ഈ വെട്ടിപ്പുകൾക്കെതിരെ ശബ്ദിക്കാൻ 18-ാം തീയതി നിക്ഷേപകർ ഒരുമിക്കുകയാണ്. മിസ്റ്റർ MP ജാക്സൺ, നിങ്ങൾ ഇരിഞ്ഞാലക്കുടയുടെ പിതാവാണ്. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പാടുള്ളതല്ല. തങ്ങളെ പറ്റിക്കുന്ന തരത്തിൽ പത്രസമ്മേളനം നടത്തിയെന്നാണ് നിങ്ങളെക്കുറിച്ച് നിക്ഷേപകർ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇത് റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് മാത്രമാണ് ഒരു പത്രസമ്മേളനം നടത്താതിരുന്നത്, മറ്റൊരു പത്രസമ്മേളനം നടത്താതിരുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞത്. വേണ്ടി വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് കൂടി ഈ അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ഈ നിലവിളികൾക്ക് പരിഹാരമുണ്ടാകട്ടെ. കൃത്യമായി ഇടപെടേണ്ട ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും ഇടപെടട്ടെ. നിക്ഷേപകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വലിയ വായിൽ നുണ പറയുന്നവരെ, ഈ വലിയ വായിൽ നുണ പറയുന്ന ആളുകളെ അവരെ കൃത്യമായിട്ട് തന്നെ സമൂഹത്തിൽ വരച്ചു കാണിക്കുവാനും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് കൃത്യമായി ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് നിന്നുകൊണ്ട് ഈ നിക്ഷേപക തട്ടിപ്പിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇതിൽ വേറൊരു കോൺട്രവേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ വേറൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പറേറ്റീവ് ബാങ്ക് അല്ല, അതായത് നിധി കമ്പനി, അതായത് ആളുടെ മക്കള് ബ്രദേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു അംഗം ഇത് രൂപീകരിക്കുകയും അതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ചെയർമാനായിരിക്കുന്ന മനുഷ്യനും ആളുടെ ഫാമിലി മെമ്പേഴ്സും എന്താ പറയുക, ആളുടെ റിലേറ്റീവ്സും വേറൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ആൾക്കാരെ ചതിക്കില്ല. എൻ്റെ അർത്ഥം അത് MCP നിധി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇത് ഒരു 12 കമ്പനികൾ ഞാൻ ഇന്ന് മാത്രം സ്പെൻഡ് ചെയ്ത് 12 കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്തതും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് ഇതൊക്കെ. ഇത്താജാസൻ, റീന ജിജി, മോളി ടോമി, മാമ്പള്ളി പോൾ ടോമി, മാമ്പള്ളി പോൾ ബ്രൈറ്റ്, പുഷ്പം ബ്രൈറ്റ്, ആകാശ് പോൾ മാമ്പള്ളി, പോൾ ജാക്സൺ, അശ്വിനി ജിജി, പോൾ ബ്രൈറ്റ്, മാമ്പള്ളി പോൾ ജിജി, ഇവരുടെയൊക്കെയാണ് ഇപ്പോൾ നിധി കമ്പനിയിൽ അവർ രജിസ്റ്റർ ചെയ്തത് ഡയറക്ടർ ബോർഡായിട്ടുള്ളത്. MCP ആഗ്രോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടാമത്തെ കമ്പനി. മൂന്നാമത്തെ കമ്പനി MCP പോളിമർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മൂന്നാമത്തെ കമ്പനി. നാലാമത്തെ കമ്പനി MCP പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അഞ്ചാമത്തെ കമ്പനി MCP റോസ് സൂപ്പർ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആറാമത്തെ കമ്പനി ബ്ലേസ് കുറീസ് ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഏഴാമത്തെ ഇരിഞ്ഞാലക്കുട സ്കാൻ ആൻഡ് റിസർച്ച് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ്. എട്ടാമത്തെ കമ്പനി ടാണ കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒമ്പതാമത്തെ പുഞ്ചിരി നിധി ലിമിറ്റഡ് നിധി കമ്പനി ലിമിറ്റഡ് ആണ്. പത്താമത്തെ ലോകമാലേശ്വരം കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 11ാമത്തെ കമ്പനി ലോയിഡ് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 12ാമത്തെ മണി ഗാർഡൻ കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതില് നേരിട്ടും അല്ലാതെയും ഇവർക്ക് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഈ കമ്പനിയിൽ ഡയറക്ടർഷിപ്പോ അല്ലെങ്കിൽ ഓണർഷിപ്പോ ഈ കമ്പനീസിലുണ്ട്. എത്ര ആൾക്കാർ ബൾക്ക് എമൗണ്ട് അബൌട്ട് 10 lakh അല്ലെങ്കിൽ MT ആക്കി ഈ 2 വർഷങ്ങളിലേക്ക് എങ്ങനെ പോയി? അവർക്ക് ഇൻഫർമേഷൻ മാനേജർമാർ പാസ് ചെയ്തിട്ടുണ്ട്. തലൂര് ബ്രാഞ്ചിലുള്ള ആളടക്കം ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഒരാൾ. ഒരു കക്ഷി പറഞ്ഞതിന്റെ തണുപ്പത്തുള്ള ആള് ഇവിടെ ചിലപ്പോൾ ആത്മഹത്യകൾ നടക്കും, പക്ഷെ ഇത് തുടർന്നുണ്ടാവും. ആ ആളോട് പറയുന്ന വെച്ചാൽ ആരാണ് പറഞ്ഞെങ്കിൽ അഡ്വൈസ് ചെയ്തെങ്കിൽ ഏത് കൂടെ നിൽക്കില്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും. റിസർവ് ബാങ്കിന്റെ പേര് മിസ്യൂസ് ചെയ്ത് ഞങ്ങളൊക്കെ അതാണ് വരും. നമുക്ക് അപെക്സ് ആണ് റിസർവ് ബാങ്ക്. നമ്മൾ അതിന്റെ ഒരു ഇതില് KYC നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, ടാക്സ്, വിസ എല്ലാം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് നാഷണലൈസ്ഡ് ബാങ്ക് നമ്മുടെ RBI ട്രസ്റ്റ് ആ ട്രസ്റ്റ് ഇപ്പൊ പോയി. അടുത്ത മാസങ്ങൾക്ക് മുമ്പ് വരെ റേഡിയോ പരസ്യം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ലേ? ITB ബാങ്കിനെ കുറിച്ച് റിസർവ് ബാങ്കിന്റെ അണ്ടറിലാണ് നിങ്ങൾ മേടിക്കേണ്ടത്. സാധാരണ അതല്ല റേഡിയോ പരസ്യം സാറിന് എക്സ്പെൻസ് നോക്കിയാൽ
അങ്ങനെയാണ് ജനങ്ങളെ പെടുത്തിയിരിക്കുന്നത്. പ്രായമായ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. പല ആൾക്കാരും ആത്മഹത്യയുടെ വെക്കില്ല. പലരും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വെച്ചിരുന്ന ക്യാഷ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഫ്രീസ് ആയിട്ട് എടുക്കുക. സ്റ്റാറ്റസ് മാറി. അവര് ജീവിച്ചിട്ട് സ്റ്റാറ്റസ്, ഹൈ സ്റ്റാറ്റസ്, 30 ലക്ഷം ബാങ്കില് മാസം പലിശ കിട്ടുന്നു, അവർ ജീവിക്കുന്നു. ഇപ്പൊ എന്താ 30 ഫ്രീസ് ആയിപ്പോ അവര് ഒന്നുമില്ല. അവരെ തെണ്ടാൻ പറ്റുമോ? അവർക്ക് ആൾക്കാരോട് തെണ്ടാൻ പറ്റുമോ? പിടിച്ചെടുക്കാൻ പറ്റുമോ? അതായത് ഒരു കുട്ടീനെ പഠിക്കാനുള്ള പൈസ ബാങ്കിൽ ഇട്ടിട്ട് ആ കുട്ടി അമൃതയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് വരാനൊന്നും എത്തിയിട്ടില്ല. ആൾക്ക് ഇയർലി ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. ആള് NRI ആയിരുന്നു. പ്രായം കട്ടിയപ്പോ അവിടുന്ന് പോകുന്നു, മക്കളെയും പരിപാടിപ്പോ അവര് പോകുന്നു. ഇനി അവിടുത്തെ പേപ്പർ കിട്ടണമെങ്കിൽ അമൃതയുടെ ഫുൾ പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ അവരെ +2 പേപ്പർ കിട്ടുള്ളൂ. ജീവനക്കാരുടെ എത്ര പൈസ ഈ 13 ബ്രാഞ്ച് എത്ര നമ്പർ 17 ബ്രാഞ്ച് എത്ര ജീവനക്കാർ പൈസ? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ലക്ഷത്തിന് ഇൻഷുറൻസിലെ എമൗണ്ടിൽ പെടുന്നത് കിട്ടിയ ആൾക്കാർ സെറ്റിലായ കഥ വേണ്ട. ഒരു 10 ലക്ഷത്തിന് മേലേക്ക് എല്ലാവർക്കും എത്ര പേരുണ്ട്? ബോർഡിന്റെ ഫണ്ട് ഉണ്ട് ചോദിക്കും. ജീവനക്കാരുടെ ഫണ്ട് ആൾക്കാരെ സ്റ്റാഫിന്റെ സാലറി എന്തെങ്കിലും കുറച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സ്റ്റാഫൊക്കെ ജാക്സന്റെ ആൾക്കാരല്ല. കുറെ ആളുകൾ ഇവിടെ ജോലിക്ക് വെച്ചു, കുറെ ആളുകൾ പോളണ്ടിലും ജോലിക്ക് വെച്ചു. ഞങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ബാങ്ക് മെർജ് ചെയ്യാന്നുള്ളതാണ് എല്ലാ നിക്ഷേപകരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ പ്രശ്നങ്ങൾ തീരും എന്നൊരു ആശ്വാസമാണ് കാണുന്നത്. ഒരുപാട് കാലഘട്ടത്തിൽ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ആത്മഹത്യകൾ തന്നെ വരുള്ളൂ. ഇവിടെ ക്വാളിഫൈഡ് അല്ലാത്ത സ്റ്റാഫാണ് ക്വാളിഫൈഡ് ആയതായിട്ടാണ് കൂടുതലെന്ന് പറയുന്നത്. അതിന്റെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? എത്ര കാര്യങ്ങൾ മറച്ചു വയ്ക്കാനും ഈ ജാക്സിന് കൂട്ടു നിൽക്കാനും കാരണം അതാണോ? അതിനെ കാരണം എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. ബാങ്കുകൾ മർജ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ജോലിക്കാരെ മുഴുവൻ ഏറ്റെടുക്കാനായിട്ട് മറ്റുള്ളവർ തയ്യാറല്ല. കാരണം അത്ര ഹൈ ക്വാളിഫൈഡ് അല്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പഴയ മാനേജ്മെന്റിന്റെ പേരിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? ഒരിക്കലും പഴയ ഭരണസമിതിയെ ഏൽപ്പിക്കുന്ന കാര്യത്തില് എന്റെ മാത്രം അഭിപ്രായമല്ല അത്. ഞങ്ങൾ ഒരു ഡെപ്പോസിറ്റേഴ്സിനും താല്പര്യമില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബാങ്ക് ഇങ്ങനെ വരില്ല. നമ്മുടെ പൈസ ഉണ്ടായിട്ട് പോലും നമ്മൾ വീണ്ടും കടക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് 2% വരുമ്പോൾ ഞങ്ങൾ 10ഉം 20ഉം 15ഉം പൈസക്ക് നിങ്ങൾ മേടിച്ചിട്ടാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. 13-14% ഞങ്ങൾ റിലേറ്റീവ്സിനും ആൾക്കാർക്കും മറ്റു ഇതുള്ള സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ എമൗണ്ട് ഇവിടെ 2% 2% ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നില്ല. പൈസ കാണാൻ പറ്റുന്നില്ല. അത് റെസിപ്റ്റ് പേപ്പർ കാണുന്നുണ്ട്. കമ്പനിയിലെ പോലും ഈ റെസിപ്റ്റ് ആക്സെപ്റ്റഡ് അല്ല. തിരിച്ചു കൊടുത്തിട്ട് വേറെ റെസിപ്റ്റ് കൊണ്ടുവരാൻ പറയും. അഗേൻസ്റ്റ് ലോൺ അല്ല, കമ്പനി സെക്യൂരിറ്റി മേടിച്ചെടുത്ത് പൂര റിലീസ് ആക്കില്ല. ഈ റെസിപ്റ്റ് ഒന്നും ആക്സെപ്റ്റ് അല്ലാതെ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ബാങ്കിന്റെ റെസിപ്റ്റ് കൊണ്ടുപോയിട്ട് വേറെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇരിങ്ങാലെ കൂടെ ഉള്ള ആൾക്ക് ലോൺ കൊടുത്തേക്കുന്ന ആൾ ഒരു ബാങ്കിൽ നിന്ന് നിയറസ്റ്റ് ബ്രാഞ്ചില്ലാണ്ടാണോ? അതിലൊക്കെ ഒരു തെറ്റായ കളികളില്ലേ?